Hello friends, now we will discuss the Lazycard. We will discuss Lazycard video already. Lazycard is a card. We will actually video. That's why last small last Lazycard actually update Lazycard permanently suspended. RB recently PPA card card ban ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Lazypay 3-4 കൊല്ലം മുമ്പ് എടുത്താണ് അപ്പോൾ പണ്ട് തൊട്ടടുത്ത കമ്പനിയാണ് ഒരു PayU എന്ന് പറഞ്ഞ ഫിനാൻസിലൊക്കെ ഒരു ഓൺ NBFC ഉള്ള കമ്പനിയാണ് അപ്പോൾ വലിയൊരു കമ്പനിയാണ് PayU ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ 𝙂𝙗 എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു കമ്പനിയാണ് അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു ഞാൻ അപ്പോൾ കാരണം എനിക്ക് Lazycard കുറേ കാലം മുമ്പേ കിട്ടിയിരുന്നു പക്ഷേ ഞാൻ അത് റീസെൻ്റ്ലി ഒരു 5-6 മാസം മുമ്പ് തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ബൈ നോ പേ ലേറ്റർ കാർഡുകൾ മാത്രമല്ല ആപ്പ് ഫുള്ള് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ബൈ നോ പേ കാൽക്കുലേറ്റർ കാർഡുകൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ ലോൺ എടുത്തിട്ട് നമുക്ക് ആ ലോണാണ് ക്രെഡിറ്റ് ലൈനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ സിബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പേഴ്സണൽ ലോണായിട്ടാണ് കാണിക്കുക അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല കൊറോണ ആയാലും കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ട് ഞാനത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേറെ കുറേ ഉണ്ട് അപ്പോൾ പിന്നെ അതിന് ആവശ്യമില്ല വിചാരിച്ച് നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി Lazypay ഉപയോഗിക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ എഫക്റ്റ് വരില്ല പക്ഷേ ഈ മാസം കൊണ്ട് തന്നെ എല്ലാ Lazypay കാർഡുകളും ക്ലോസ് ആവും അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഓൾറെഡി അവരുടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരിക്കും കുറേ പേർക്ക് ഇനിയും ഈ മാസത്തിൻ്റെ വഴിയെ പോകുമ്പോൾ നിങ്ങൾക്ക് വരും കേട്ടോ അപ്പോൾ അവർ ഓൾറെഡി കമ്പനി അറിയിച്ചിട്ടുണ്ട് അവർ Lazycard എന്ന സംഭവം പെർമനൻ്റ്ലി നിർത്താൻ അവർ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അവരുടെ വേറെ ആപ്പിൽ സർവീസ് കോഡ് ആപ്പ് നമുക്ക് അവരുടെ UPI പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ സ്കാൻ ആൻഡ് പേ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേറെ എല്ലാം വർക്കിംഗ് തന്നെയാണ് ഈ കാർഡിൻ്റെ പരിപാടി മാത്രമാണ് എല്ലാവരും നിർത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും EMIയോ അല്ലെങ്കിൽ ഡ്യൂ ഉണ്ടെങ്കിൽ കാർഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് നോർമൽ പോലെ തന്നെ അടയ്ക്കണം അത് കാർഡ് ക്ലോസ് ആയി വെച്ചിട്ട് അടയ്ക്കാണ്ടിരിക്കേണ്ട എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സിബിൽ ഡാമേജ് ആവും സിബിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും അത് നോർമൽ പോലെ തന്നെ അടയ്ക്കണം അപ്പോൾ കുറേ പേര് നമ്മൾ സംശയം ചോദിക്കുന്നതാണ് പക്ഷേ Lazycard നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ശരിക്കും സ്റ്റുഡൻസിനൊക്കെ ഒരു നല്ല പരിപാടി തന്നെയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇവർ കമ്പനികൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്ച്വലി ഒരു RBI ബാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും RBIനെ കുറ്റം പറയാനും പറ്റില്ല എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സാലറി വേണം അല്ലെങ്കിൽ ഇൻകം വേണം എന്നാലൊക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുള്ളൂ അപ്പോൾ സ്റ്റുഡൻസിനും അതുപോലത്തുള്ളവർക്കൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ പിന്നെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വരാൻ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഈ Lazycard ഭയങ്കര ക്ലിക്കായ സംഭവമാണ് അതേപോലെ Lazycardയും പോസ്റ്റ് പേയും സ്ലൈസും ഒക്കെ അപ്പോൾ എല്ലാം ഒരു സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കാര്യത്തിന് തീരുമാനമായിട്ട് നമ്മുടെ 𝙂𝙗 എന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വന്ന ഒരു ബൈ നോ പേ ലേറ്റർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് ആക്ച്വലി ഇപ്പോൾ ഈ മാസത്തോടു കൂടി ക്ലോസ് ആവും അപ്പോൾ നമ്മുടെ Lazycardൻ്റെ വീഡിയോയിൽ തന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു Lazycardനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ അതുപോലെ തന്നെ Lazycardൻ്റെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആൾക്കാരുടെ ഇതുപോലെ തീരുമാനമായിട്ടുണ്ട് കാർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കാർഡ് ഇപ്പോൾ തന്നെ ക്ലോസ് ആവും ആപ്പ് നിങ്ങൾക്ക് നോർമൽ പോലെ തന്നെ ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അവരുടെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള സൊമാറ്റോയിലും സ്വിഗ്ഗിലൊക്കെ കാർഡ് നമുക്ക് ആപ്പ് നോർമൽ പോലെ തന്നെ ഉപയോഗിക്കാം ബൈ നോ പേ ലേറ്റർ പക്ഷേ കാർഡിൻ്റെ കാര്യത്തിൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറേ പേർക്ക് നിങ്ങളുടെ അതിൽ കാണേണ്ടിയിരിക്കും കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ന്യൂ കാർഡ് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചിലരുടെ Lazycardലൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും അത് ആക്ച്വലി നിങ്ങൾ ന്യൂ കാർഡ് അപ്ലൈ ചെയ്യാൻ പോയി നോക്കിക്കഴിഞ്ഞാലും അത് വരലോട്ടാ പോവില്ല എന്നുവെച്ചാൽ ഇവരുടെ ഫുള്ളി RBIയുടെ ബാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അവരെ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അവർ നോർമൽ കാർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പുതിയ കാർഡ് ഓർഡർ ചെയ്യാൻ നോക്കണ്ട അത് എററിലേക്കേ പോകുള്ളൂട്ടാ അപ്പോൾ കുറേ പേർക്ക് ഓൾറെഡി അവരെ ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും കുറേ പേർക്ക് ഈ മാസത്തിൽ തന്നെ എല്ലാം ആവട്ടാ അപ്പോൾ Lazycardൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ Lazycard ടെമ്പററി അല്ലെങ്കിൽ ടെമ്പററി അല്ല പെർമനൻ്റ്ലി സസ്പെൻഡ് ചെയ്തൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ Lazypay കാർഡിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് Instagram ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഏതൊരു ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ